നിർബന്ധിത മതപരിവർത്തനം ആരോപിക്കപ്പെട്ട് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ രണ്ട് മലയാളി കന്യാസ്ത്രീകൾ എൻഐഎ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. ഇന്ന് 11 മണിയോടുകൂടി തന്നെ ജാമ്യാപേക്ഷ നൽകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. നേരത്തെ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയപ്പോൾ കോടതി അപേക്ഷ പരിഗണിച്ചിരുന്നില്ല. എൻഐഎ കോടതിയിലേക്ക് സമീപിക്കണം എന്ന നിർദ്ദേശമായിരുന്നു സെഷൻസ് കോടതിയിൽ നിന്നുണ്ടായത്. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ എൻഐഎ കോടതിയിൽ കന്യാസ്ത്രീകൾ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ PR അരവിന്ദ് നൽകും ഛത്തീസ്ഗഡിൽ നിന്ന്. അരവിന്ദ്, എൻഐഎ കോടതിയിൽ അപേക്ഷ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുമോ? ദിവ്യ, എന്തായാലും കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇപ്പോൾ എൻഐഎ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ബിലാസ്പൂരിലെ എൻഐഎ കോടതിയിലാണ് ഈ ജാമ്യാപേക്ഷ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഈ കോടതി ഇനി എന്ത് നടപടി എടുക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് പോലീസിന്റെ ഒരു റിപ്പോർട്ട് തേടുമോ, അല്ലെങ്കിൽ ജാമ്യം ഇത് തങ്ങളുടെ പരിധിയിൽ വരിക സാധനമല്ലെന്ന് എൻഐഎ പറയുമോ നടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു നിലപാട് എൻഐഎ കോടതി എടുക്കും. കാരണം സെഷൻസ് കോടതി അടക്കം വ്യക്തമാക്കിയത് ഇത് ഈ ഹർജി പരിഗണിക്കാൻ തയ്യാറാകാതിരുന്നത് ഇത് എൻഐഎ കോടതിയുടെ പരിധിയിൽ വരുന്ന വിഷയമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. എന്തായാലും ഇതടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ എൻഐഎ കോടതിയിൽ തന്നെ ജാമ്യാപേക്ഷ ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. എന്തായാലും സഭാപ്രതിനിധികളടക്കം ബിലാസ്പൂരിലെത്തിയാണ് ഈ ജാമ്യാപേക്ഷ നൽകിയതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇനി കോടതിയുടെ നടപടികൾ, കാരണം പോലീസിൽ നിന്ന് റിപ്പോർട്ട് തേടി അതുപോലെ തന്നെ മറ്റെന്തൊക്കെ നടപടികളായിരിക്കും എൻഐഎ കോടതി എടുക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം കഴിഞ്ഞ 8 ദിവസമായി കന്യാസ്ത്രീകൾ ദുർഗിലെ ജയിലിൽ തന്നെ തുടരുന്നൊരു സാഹചര്യമുണ്ട്. ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശങ്കകൾ ഇന്നും നിലനിന്നിരുന്നു. ഹൈക്കോടതിയിലാണോ അല്ലെങ്കിൽ എൻഐഎ കോടതിയിലാണോ സെഷൻസ് കോടതിയിലാണോ ജാമ്യാപേക്ഷ നൽകേണ്ടെന്നൊരു കാര്യത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഒടുവിൽ എൻഐഎ കോടതിയിൽ തന്നെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. അതിൽ പ്രധാനമായും 2 കാരണങ്ങളാണ്. കാരണം ഇന്നും നാളെയും എൻഐഎ കോടതി പ്രവർത്തിക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ ഒരുപക്ഷെ ജാമ്യാപേക്ഷ നൽകിയിരുന്നെങ്കിൽ അത് എന്നായിരിക്കും പരിഗണിക്കുക എന്നതിൽ കൃത്യമായ ഒരു നിലപാട് അല്ലെങ്കിൽ കൃത്യമായി അറിയാൻ സാധിക്കും. കാരണം തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിയേക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ജയിൽവാസം കൂടുതൽ വൈകാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഡൽഹിയിൽ നിന്നടക്കം നിയമോപദേശം ലഭിച്ചിരുന്നു എൻഐഎ കോടതിയിൽ സമർപ്പിക്കുക. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് നടക്കം ഒരു റിപ്പോർട്ട് തേടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് എൻഐഎ കോടതിയിൽ എത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ വരും മണിക്കൂറുകൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. എന്തായിരിക്കും ഇനി എൻഐഎ കോടതി സ്വീകരിക്കുക? കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകുമോ, അല്ലെങ്കിൽ ഈ ഹർജി തള്ളിക്കൊണ്ട് തങ്ങളുടെ പരിധിയിലല്ല വീണ്ടും സെഷൻസ് കോടതി സമീപിക്കുവാൻ ഒരു നിർദ്ദേശം നൽകുമോ അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി ചർച്ചയിലേക്ക് വരേണ്ടത്. എന്തായാലും ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. ഇനി എല്ലാം എൻഐഎ കോടതിയുടെ കൈകളിലാണ്.